സിനിമയിൽ എൻട്രി എന്ന് പറഞ്ഞാൽ പോൾസൺ സാറ് ഡയറക്റ്റ് ചെയ്ത പടമാണ്. സിദ്ദിഖ് ലാൽ സാറിൻ്റെ അസോസിയേറ്റ് പോൾസൺ സാർ ഡയറക്റ്റ് ചെയ്ത സ്വന്തം മകൾക്ക് സ്നേഹപൂർവ്വം. ആ ചിത്രം ഇപ്പോഴും പെട്ടി തന്നെ ഇരിക്കുകയാണ്. നല്ല വേഷമായിരുന്നു അത്. അതിൽ പ്രേംകുമാർ ഒരു നല്ല താരനിര തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ റിലീസായത് ശ്രദ്ധേയമായ വേഷം ചെയ്തത് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാൻ വന്ന ചിത്രത്തിലെ താറാവുകാരനായിട്ടുള്ള ക്യാരക്ടർ. വന്ന ആദ്യ ദിവസം എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. സിനിമ സീരിയൽ തമ്മിലുള്ളൊരു അന്തരമൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. എനിക്ക് വളരെ ആദ്യത്തെ ഒരു ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ഫ്രീ ആയിട്ട്, പിന്നെ മൊത്തം ഞാൻ കാണാൻ പഠിച്ചിട്ട് ചെയ്തൊരു, എനിക്കറിയില്ല, അതുകൊണ്ട് മൊത്തം തന്നെ ഞാൻ കാണാൻ പഠിച്ചു ആദ്യം തന്നെ. വിനയൻ സാറ് ഞാൻ പറഞ്ഞല്ലോ, വളരെ ഇപ്പം നമ്മളിപ്പം പല ടേക്ക് പോയിട്ടില്ല, എങ്കിലും ഞാൻ കണ്ടിരിക്കുന്നത് എത്ര ടേക്ക് പോയാലും വളരെ കൂളായിട്ട് നിന്ന് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് വിനയൻ സാർ. വളരെ സിൻസിയറായിട്ടത് അദ്ദേഹം, അപ്പം ചെറിയ ആർട്ടിസ്റ്റൊന്നും വലിയ ആർട്ടിസ്റ്റൊന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരാളാണ് അത്. വാസന്തി ലക്ഷ്മിയിൽ നമ്മൾ താറാവുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു, കുറേ മിണ്ടാപ്രാണികളോടെ വരുന്ന ഒരു ഷോട്ടാണ് അത്. അതിനകത്ത് ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ചെന്നിട്ട് ഈ താറാവും ഇതുമായിട്ടുള്ള ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. അന്ന് ലൊക്കേഷൻ അന്ന് ശരിയായിട്ടില്ല. അന്ന് ഏതാണ്ട് 150 താറാവ് ഏകദേശം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞ് വേറെ ദിവസം എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. അന്ന് എൻ്റെ നാടായ പാലായിലേക്ക് പോയി. തിരിച്ചു വന്ന് ഷോട്ടിൻ്റെ സമയമായപ്പോൾ ആ താറാവിന് 25 താറാവ് കണ്ടുള്ളായിരുന്നു. അത് എന്തൊക്കെയോ പ്രൊഡക്ഷനിൽ എന്തൊക്കെയോ അത് കറി വെച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ആ താറാവ് മുഴുവൻ വന്ന പിന്നെയാണ് പിന്നെ ഷോട്ട് വിനയൻ സാർ വെച്ചത്. കാരണം പ്രവീണ എനിക്ക് മുമ്പ് കുറേ സിനിമകളിലും സീരിയലിലും അഭിനയിച്ചൊരു ആർട്ടിസ്റ്റാണ്. പക്ഷേ ഞാനൊരു പുതുമുഖമാണെന്ന് പുതുമുഖമാണെന്നുള്ള ഇതൊന്നും ഇല്ലാതെ എന്നോട് വളരെ കൂളായിട്ട് ഇടപെട്ട് അത് എനിക്ക് ആ പ്രവീണയായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഡബ് ചെയ്തത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മിമിക്രി രംഗത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അത് മിമിക്രി ആയിട്ട് പല ക്യാരക്ടറുകളെ മിങ്കിൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ടേക്ക് തന്നെ ഞാൻ ഡബ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ അന്ന് ആദ്യമായിട്ട് കാണുകയാണ് സ്റ്റുഡിയോയും രംഗങ്ങളുമൊക്കെ. അപ്പോൾ നമ്മളവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നൊരു വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞു ഡബ്ബിങ് മാസ്റ്റർ. അത് വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് നമ്മുടെ സീൻ കൈ തന്നു. പിന്നെ മൈക്ക് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത് വോയിസ് ടെസ്റ്റ് ചെയ്തു. പിന്നെ ആദ്യം തന്നെ നമ്മുടെ വോയിസ് കറക്റ്റാണെന്ന് പറഞ്ഞു. ക്യാരക്ടറിന് പറ്റിയ വോയിസ് തന്നെയാണ്. ഞാൻ ചെയ്ത ക്യാരക്ടറിന് തന്നെയാണ് ഞാൻ ഡബ് ചെയ്യുന്നത്. ഫസ്റ്റ് സോങ് ഈ ചിത്രമാണ് വാസന്തി ലക്ഷ്മിയിലെ കണ്ണുനീരനും എന്ന് പറഞ്ഞ സോങ് ആയിരുന്നു. ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഒരു തൊടുപുഴ അടുത്തുള്ളൊരു തൊടുപുഴ ആറിൻ്റെ തീരത്താണ് സെറ്റ് ഇട്ടിരുന്നത്. സെറ്റായിരുന്നു. ഒരു കുടിലും മണിച്ചറിൻ്റെ വീടും സെറ്റപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു വളരെ രസകരമായ ഒരു അന്തരീക്ഷം. അന്ന് ഗോപിച്ചേട്ടനുണ്ട്, നമ്മളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഭരത് ഗോപിച്ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ജനാർദ്ദനൻ ചേട്ടനുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ കൂടി ഒരു കുടുംബ അന്തരീക്ഷമായിരുന്നു.